നമസ്കാരം. ആസ്ട്ര യൂണിവേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയുന്നത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ, അതുപോലെ നമ്മൾ ഏതൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വിജയത്തിലേക്ക് എത്താതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കഠിനമായിട്ടുള്ള പരിശ്രമങ്ങൾക്കൊക്കെ ഫലം ലഭിക്കാതിരിക്കുക, അതുപോലെ നമ്മൾ തുടർച്ചയായിട്ട് പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക, അതുപോലെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ തൊഴിൽ സ്ഥലത്തൊക്കെ നമുക്ക് സമാധാനം ഇല്ലാതെ വളരെയധികം നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇത്തരം സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് നമ്മുടെ കർമ്മദോഷ ദുരിതങ്ങളെ മാറ്റുവാനായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു മന്ത്രത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു മന്ത്രം മഹാദേവൻ്റെ മന്ത്രത്തിനോടൊത്ത് ദേവിയുടെ ബീജാക്ഷര മന്ത്രങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുന്നത്. അത്തരത്തിൽ നമ്മൾ ജപിക്കുമ്പോൾ ശനിയുടെ, അതായത് കർമ്മഫലദാതാവായിട്ടുള്ള ശനിദേവൻ്റെ അനുഗ്രഹം വളരെ വേഗം നമുക്ക് ലഭിക്കുന്നതാണ്. അതായത് ശനി ഭഗവാൻ മഹാദേവൻ്റെ ഒരു ശിഷ്യനാണ്. അതുപോലെ ശനി ഭഗവാനെ പരമഗുരുവായിട്ടാണ്, അല്ലെങ്കിൽ തൻ്റെ തപസ്സിൻ്റെ അധിപനുമായിട്ടാണ് പരമശിവനെ കാണുന്നത്. അതുപോലെ തന്നെ ദശമഹാവിദ്യകളിൽ ആദ്യത്തെ ദേവിയായിട്ടുള്ള കാളീദേവിയെ ശനിഗ്രഹത്തിൻ്റെ നിയന്ത്രണാധികാരിയായിട്ടാണ്, അതായത് അതിദേവതയായിട്ടാണ് ശനി ഭഗവാൻ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഗ്രന്ഥങ്ങളിലൊക്കെ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മന്ത്രജപം കൊണ്ട് ശനിയുടെ, അതായത് ഈ ഒരു കലികാലഘട്ടത്തിൽ ശനിയുടെ ദോഷം മറ്റുള്ള ദേവതാസങ്കല്പങ്ങളെക്കാളെല്ലാം മുകളിൽ ആ ഒരു ഫലം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കർമ്മഫലത്തെ നമുക്ക് ഇല്ലാതെയാക്കാൻ ഈ ഒരു മന്ത്രജപം കൊണ്ട് ആർക്കും സാധിക്കുന്നതാണ്. അപ്പം അത്രയും വിശേഷപ്പെട്ട ആ ഒരു മന്ത്രത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ സാമ്പത്തികം, ജോലി, വിവാഹം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ട് അറിയുവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് നമുക്ക് ജ്യോതിഷപരമായിട്ടുള്ള പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സമീപിക്കാവുന്നതാണ്. ജനന വിവരങ്ങളില്ലാത്ത ആളുകൾ അവരുടെ കൈരേഖ നൽകിയാലും നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഫലങ്ങൾ നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മന്ത്രത്തിലേക്ക് പോവാം. അതായത് കാളി ദേവിയുടെ ബീജമന്ത്രം എന്ന് പറഞ്ഞാൽ ക്രീം എന്നാണ്. പക്ഷെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഹ്രീം എന്ന ബീജാക്ഷരമാണ്. അതായത് കാളി, പാർവതി, അതുപോലെ തന്നെ ഭുവനേശ്വരി എന്നീ ദേവതകളുടെ പൊതുവായിട്ടുള്ള ഒരു ബീജാക്ഷര മന്ത്രമാണ് ഈ ഒരു മന്ത്രത്തിൽ, അതായത് ഈ ഒരു ശിവപഞ്ചാക്ഷരിയിൽ നമ്മൾ കൂട്ടി ജപിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മന്ത്രത്തിലേക്ക് കിടക്കാം. ഓം ഹ്രീം നമ ശിവായ. അപ്പോൾ ഈ ഒരു മന്ത്രം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ശനിയാഴ്ച ദിവസം നമ്മൾ വ്രതം എടുത്തിട്ടാണെങ്കിൽ നമുക്ക് 2 നേരവും ഈ ഒരു മന്ത്രം ഉപയോഗിക്കാവുന്നതാണ്. അല്ലാത്ത ആളുകൾക്ക് രാവിലെ മാത്രമായിട്ട് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. എല്ലാ ശനിയാഴ്ചകളിലും ജപിക്കുമ്പം നമ്മുടെ തടസ്സങ്ങളും അതുപോലെ തന്നെ ശത്രു ബാധാദോഷങ്ങളും അകന്ന്, അതുപോലെ ശനിയുടെ വിവിധങ്ങളായിട്ടുള്ള ദോഷങ്ങൾ, 7.5 ശനി, അഷ്ടമശനി എന്നിങ്ങനെയുള്ള കണ്ടകശനി ഇവയൊക്കെ മാറി ജീവിതം ഒരു ദുരിതങ്ങളൊക്കെ മാറി ഒരു സമാധാന അന്തരീക്ഷം ലഭിക്കുന്നതായിരിക്കും. നിത്യമായിട്ട് ചെയ്യുന്നവരും രാവിലെ മാത്രം ഈ ഒരു മന്ത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ മൗനമായിട്ട് വ്രതങ്ങൾ ചെയ്യാത്ത ആളുകൾ ചെയ്യുമ്പോൾ മനസ്സിൽ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം, നിത്യമായിട്ട് ചെയ്യുമ്പോൾ. അല്ലാത്ത ആളുകൾ ശനിയാഴ്ച മാത്രം രാവിലെ ചെയ്യുക. വ്രതം ചെയ്യുന്ന ആളുകൾ വൈകുന്നേരവും അവർക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. വളരെ വലിയ ശക്തിയുള്ള മന്ത്രം ആയതിനാലാണ് ഇതിൻ്റെ ഈ ഒരു നിഷ്ഠ ഇത്തരത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്.
അപ്പോൾ ഏവർക്കും അത് ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നന്ദി.